കോട്ടയത്ത് എബോള സംശയത്തിൽ നിരീക്ഷണത്തിലുള്ള 52-കാരിയുടെ പരിശോധനാ ഫലം ഇന്ന് വൈകുന്നേരത്തോടെ ലഭിക്കും. തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ സ്രവങ്ങൾ അയച്ചു. പനിയും ഡയേറിയയും മാത്രമാണ് ലക്ഷണങ്ങളെന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത്. സനിസ ശോഭാചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. സനിസ, നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ഈ എബോള ഭീതി കൂടി വരുന്നതോടുകൂടി വലിയ തരത്തിൽ ആശങ്കയുണ്ട്. എന്നാൽ ഇതുവരെ അത് സ്ഥിരീകരിക്കാനായിട്ടില്ല. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ആ ഫലം വന്നു കഴിയുമ്പോൾ മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? നമുക്കറിയാം, ആഫ്രിക്കയിൽ ഈ എബോള പൊട്ടിപ്പുറപ്പെട്ടതോടെ WHO അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഒരു സാഹചര്യമാണ്. സൗത്ത് സൂഡാനിൽ നിന്നാണ് ഈ 52-കാരി വരുന്നത്. അപ്പോൾ ഈ വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ തന്നെ ഇവർക്ക് 22 ദിവസത്തെ ഇവരുടെ പരിശോധനകൾ പൂർത്തിയാക്കി 22 ദിവസത്തെ ക്വാറന്റൈനിൽ ഇരിക്കുന്നതിനിടെയാണ് പനിയും ഡയേറിയയും പിടിപെട്ടത്. അത്തരത്തിലാണ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഇപ്പോൾ ഐസൊലേഷൻ വാർഡിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇവരുടെ സ്രവങ്ങൾ തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിലേക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ പരിശോധനാ ഫലം ഇന്ന് വൈകുന്നേരത്തോടെ വരും. എങ്കിൽ മാത്രമേ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ ഇതിലൊരു വ്യക്തത വരുത്താൻ കഴിയൂ, രോഗം സ്ഥിരീകരിക്കാൻ കഴിയൂ. ഏതായാലും ഇവർക്ക് വ്യക്തമായ ലക്ഷണങ്ങൾ, എബോളയുടെ ലക്ഷണങ്ങൾ ഇല്ലെന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത്. നിലവിൽ പനിയും അതുപോലെ തന്നെ ഡയറിയയും മാത്രമാണുള്ളത്. ഈ എബോള ബാധിക്കുന്നവരിൽ കടുത്ത തലവേദന, പേശിവേദന, രക്തസ്രവം, കടുത്ത പനി, ഈ വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങളാണ് കാണിക്കുക. എന്നാൽ ഇവർക്ക് പനിയും ഡയറിയയും മാത്രമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ലെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. എങ്കിൽ പോലും ഇന്ത്യയിൽ ഇതുവരെ എബോള റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രോട്ടോകോൾ, എങ്ങനെയാണ് ചികിത്സാ പ്രോട്ടോകോൾ ഉണ്ടാകുക, അല്ലെങ്കിൽ രോഗം സ്ഥിരീകരിച്ചാൽ ഏത് തരത്തിൽ പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയുമെന്നതടക്കമുള്ളത് ഒരു ഭീഷണിയായിട്ട് തന്നെ, ആശങ്കയായിട്ട് തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ അവരുടെ സ്രവങ്ങൾ പരിശോധിക്കുന്നത്, ഈ ഒരു നിരീക്ഷണം തുടരുന്നത് ഈ പ്രോട്ടോകോളിന്റെ ഭാഗമാണ്. WHO അതുപോലെ തന്നെ IMCR ഒക്കെ പ്രോട്ടോകോൾ ഇറക്കിയിട്ടുണ്ട്. ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്കും എബോള പടരുന്ന ഒരു സാഹചര്യമാണ്. വലിയ തോതിൽ മരണസംഖ്യ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ ശക്തമായ നിരീക്ഷണത്തിന് വിധേയമാക്കണമെന്ന് പ്രോട്ടോകോൾ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പരിശോധന. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. എങ്കിൽ പോലും ഈ പരിശോധനാ ഫലം വൈകുന്നേരത്തോടെ വരും. അതിൽ ഏതെങ്കിലും തരത്തിൽ ഫലം ഒരു ഭീതിജനകമാണെങ്കിൽ, ഫലം പോസിറ്റീവ് ആണെങ്കിൽ, അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് എബോള റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കേരളത്തെ നയിക്കുക. ഈ പകർച്ചവ്യാധികളിൽ വലയുന്ന ഈ ഒരു സാഹചര്യത്തിൽ എബോള കൂടി റിപ്പോർട്ട് ചെയ്യുന്നത് വലിയൊരു ഭീതി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കാരണം മനുഷ്യരിലേക്ക് വായുമുഖേനയല്ലാതെ ഈ സ്രവങ്ങളിലൂടെ, ഈ കോവിഡിന് സമാനമായി ഉമിനീർ, രക്തം, അതുപോലെ മറ്റ് ശുക്ലം പോലെയുള്ള സ്രവങ്ങളിൽ നിന്ന് നേരിട്ട് എന്തായാലും വൈകുന്നേരത്തോടു കൂടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാകും. അത് എബോള ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകും. വലിയ ആശങ്ക വേണ്ട സാഹചര്യമല്ല. സ്ഥിരീകരണം ഉണ്ടായാൽ മാത്രമേ അക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതുള്ളൂ. എന്തായാലും ആ വിവരങ്ങളാണ് സനിസ നൽകിയത്.